Malabar Gold and Diamonds, Ramadan Nilav. Malabar Gold and Diamonds. Celebrate the beauty of life. അസ്സലാമു അലൈക്കും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റംസാൻ നിലാവിലേക്ക് ഏവർക്കും സ്വാഗതം. പുണ്യങ്ങളുടെ പൂക്കാലമാണ് വ്രതമാസം. ഈ വ്രതമാസത്തിൽ കൈരൽ TV ഒരുക്കുന്ന പ്രത്യേക പരിപാടിയാണ് റംസാൻ നിലാവ്. റംസാൻ എന്തെന്നാൽ വിശ്വാസികൾക്ക് ആത്മവിശുദ്ധിയുടെ കാലമാണ്. മനസ്സും ശരീരവും സ്ഫുടം ചെയ്തെടുക്കാനുള്ള അവസരം. ആത്മീയതയും വിജ്ഞാനവും ഒത്തുചേരുന്ന റംസാൻ നിലാവിന്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഗ്രഹ വർഷത്തിന്റെ മാസമാണ് റംസാൻ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റംസാൻ നിലാവിന്റെ ആദ്യത്തെ സെഗ്മെന്റായ റംസാൻ ഇൻസ്പിറേഷനിലൂടെ റംസാന്റെ മഹത്വത്തെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ചും ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാനുള്ളത് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ ഹുസൈൻ കക്കാടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആദരണീയമായ പുണ്യമാസത്തെ വരവേൽക്കുമ്പോൾ സത്യവിശ്വാസികളുടെ മനസ്സുകൾ വലിയ പൂതിയും പ്രതീക്ഷയും പ്രാർത്ഥനയുമായി കാത്തിരിക്കുന്ന പുണ്യമാസം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സാന്ദർഭികമായി ഓർത്തിരിക്കാൻ വേണ്ടി പറയുകയാണ്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വിഭാഗമാണ്. ഒരുപാട് കഴിവുകളും സാധ്യതകളും സ്രഷ്ടാവായ തമ്പുരാൻ മനുഷ്യന് നൽകിയിട്ടുണ്ട്. മനുഷ്യൻ അവൻ്റെ ജന്മം, അവൻ്റെ ജീവിതം, അവൻ്റെ ചരമം, ഇതൊന്നും അവൻ്റെ കയ്യിലല്ല എന്നത് വളരെ ദയനീയമായി മനുഷ്യൻ സമ്മതിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. എന്തെല്ലാം മനുഷ്യൻ നേടിയെടുത്താലും അവൻ്റെ കാര്യം, അവൻ്റെ അടിസ്ഥാനപരമായ അവൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട ജീവൽ പ്രശ്നമായ ഇക്കാര്യം, അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ലാത്തവനാണ് മനുഷ്യൻ. ഖലഖൽ മൗത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. വിശുദ്ധ ഖുർആനിലൂടെ സൃഷ്ടാവായ റബ്ബ് തമ്പുരാൻ ചുരുക്കി ആ ആശയം പഠിപ്പിക്കുന്നത് ജന്മവും ജീവിതവും ചരമവുമെല്ലാം നൽകുകയും നിശ്ചയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പരീക്ഷണമായിട്ടാണ് ഇതെല്ലാം. മനുഷ്യൻ്റെ ജീവിത ദൗത്യം എന്താണ്, ധർമ്മം എന്താണ് എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയോ ജിന്നുവർഗത്തെയോ ഒന്നും തന്നെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നെ മാത്രം ആരാധിക്കാൻ, എന്നോട് മാത്രം പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നിനുമല്ല. സൃഷ്ടാവായ തമ്പുരാനെ അറിയുകയും അംഗീകരിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുക എന്നത്. സൃഷ്ടാവായ നാഥൻ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നീ എന്ത് ചെയ്താലും നന്മയായിരിക്കും. അല്ല, അറിയുന്നില്ല എന്നുള്ള ബോധത്തിൽ നിൻ്റെ ചില സൂത്രങ്ങളിലൂടെ നീ പലതും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ തിന്മകളുണ്ടാകുന്നു. അപ്പോൾ സൃഷ്ടാവായ നാഥന് വേണ്ടി അവനെ അംഗീകരിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും അവനോട് പ്രാർത്ഥിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുക. അപ്പോഴാണ് നന്മയുണ്ടാവുക. അതിനു വേണ്ടിയാണ് നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നന്മയാണ് നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതാണ് ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ നന്മ മാത്രം പ്രവർത്തിക്കുന്ന, സൂക്ഷ്മതയുള്ള, ഓരോ കാര്യത്തിലും ഓരോ നേരത്തിലും സജീവമായ ശ്രദ്ധയുള്ള തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തെ മാത്രം ആരാധിക്കണം എന്ന് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. നോമ്പ് തുറക്കായി നിരവധി വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കാറുണ്ട്.
സ്വാദിഷ്ടമായ ഒരു റംസാൻ വിഭവമാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റംസാൻ നിലാവിൻ്റെ കുക്കറി സെഗ്മെൻ്റായ റംസാൻ ഡിലൈറ്റ്സിൽ. അസ്സലാമു അലൈക്കും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റംസാൻ നിലാവിലെ റംസാൻ ഡിലൈറ്റ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കാലിക്കറ്റ് നോട്ട്ബുക്കിലെ ഷെഫ് സുനിലാണ്. ഹലോ, വെൽക്കം ടു അവർ ഷോ. ഇന്ന് നമ്മൾ എന്ത് വിഭവമാണ് നമ്മൾ പ്രേക്ഷകർക്കായി തയ്യാറാക്കുന്നത്? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാലിക്കറ്റ് നോട്ട്ബുക്കിൻ്റെ നല്ല ഡെസേർട്ടുകളിൽപ്പെട്ട ഏറ്റവും നല്ല ഡെസേർട്ടായ ബനാന ക്രീപ്പാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വിഭവം നോട്ട്ബുക്ക് ബനാന ക്രേപ്പ് ആണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നത് ഡേറ്റ്സ് വരുന്നുണ്ട്, ബനാന ചോപ്ഡ്, ബനാന ഇത് നമ്മൾ നേന്ത്രപ്പഴമല്ലേ? നേന്ത്രപ്പഴമാണ് യൂസ് ചെയ്യുന്നത്. നേന്ത്രപ്പഴം, പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ട്, ബട്ടർ, കാർഡമം പൗഡർ, ഷുഗർ. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. 3 സെക്ഷനായിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഫില്ലിംഗ് നമ്മൾ ഉണ്ടാക്കും. ഓക്കെ, നമുക്ക് എന്നാ ഫില്ലിംഗ് ഉണ്ടാക്കാം. ശരി, ബട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. 2 ബനാനയുടെ ഫില്ലിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ബനാനയ്ക്ക് എത്ര സ്പൂൺ ബട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മളൊരു 2 ടീസ്പൂൺ. 2 ടീസ്പൂൺ. ഇത് ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം. ഓക്കെ, ഇത് ഏത് ഹീറ്റിലാണ് വെക്കുന്നത്? ലോ, മീഡിയം, ഹൈ? ലോ ഹീറ്റിലാണ്. ലോ ഹീറ്റിൽ. അപ്പോൾ ലോ ഹീറ്റിൽ 2 ടീസ്പൂൺ ബട്ടറാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഈ മെൽറ്റായ ബട്ടറിലോട്ട് ഓക്കെ, ഈ ചോപ്പ് ചെയ്ത ഡേറ്റ്സ്. അപ്പോൾ മെൽറ്റായ ബട്ടറിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത ഡേറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ ഈ ചോപ്ഡ് ബനാന ഇടും. ഇത് എത്ര ബനാന നമ്മൾ എടുത്തിരിക്കുന്നത്? ഒരു ബനാന ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. അപ്പൊ അധികം തീ വരാൻ പാടില്ല അല്ലേ? ബട്ടർ ഓവർ ഹീറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഡാർക്ക് കളറായി പോകും. ഈ ബനാനയുടെ റോ ടേസ്റ്റ് ഒന്ന് മാറുമ്പോൾ ഓക്കെ, നമുക്ക് മാറിയെന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ ഫ്ലേവർ ഇങ്ങനെ നമ്മുടെ ഫ്ലേവർ. അപ്പൊ നമ്മൾ ആ ബനാനയുടെ റോ ടേസ്റ്റ് മാറ്റണം. ഇത് മെൽറ്റ് ആകാനായിട്ട് ഷുഗർ എത്ര ടേബിൾ സ്പൂൺ ഷുഗർ ഇടണം? ഒരു 3 ടീസ്പൂൺ ഷുഗർ. ഇത് നന്നായിട്ട് ഇതാവാൻ വേണ്ടി 3 ടീസ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. അപ്പൊ തന്നെ ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അല്ലേ? വാട്ടർ, അല്പം വെള്ളം ഒഴിച്ചു. ഈ വാട്ടർ ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഡേറ്റ്സ് മെൽറ്റ് ആകണമെങ്കിൽ ഓക്കെ ഓക്കെ അല്പം വാട്ടർ വേണം. തിക്കായിരിക്കും, അപ്പോൾ പേസ്റ്റ് ആകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ബട്ടറിലേക്ക് ചോപ്ഡ് ബനാനാസ്, 3 ടേബിൾ സ്പൂൺ ഡേറ്റ്സ് ഇട്ടു. പിന്നെ അതിൽ ഷുഗർ ഇട്ടല്ലേ? 3 ടീസ്പൂൺ ഷുഗർ. പിന്നെ അത് മെൽറ്റായി കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടാൻ പാടില്ല. ഈ ബനാന വെന്ത് നല്ല പേസ്റ്റ് ആവണം. അതിന്റെ കൂടെ ഈ ഡേറ്റ്സ് കൂടെ മിക്സ് ആകും. ഓക്കെ, ദുബായിൽ തന്നെ നല്ല ഫേമസ് ആണ് ഈ ടേസ്റ്റ്. അപ്പോൾ ഇത് കഴിക്കണമെങ്കിൽ നമ്മൾ കാലിക്കറ്റ് നോട്ട്ബുക്കിൽ വന്നേ പറ്റും. ഇതിലോട്ട് നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട്. ഓക്കെ, നമുക്കിത് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരാണെങ്കിൽ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റും. നമ്മളിപ്പോൾ എത്ര ടീസ്പൂൺ കോക്കനട്ട് ആണ് ഇട്ടത്? നമ്മൾ 4 ടീസ്പൂൺ കോക്കനട്ട്. അപ്പോൾ നമുക്ക് ഈ ഷുഗറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇപ്പം ഷുഗർ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ നമുക്ക് ശർക്കര യൂസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ഈ ഫില്ലിംഗ്? ശർക്കര ഇതിന് പറ്റില്ല. നിങ്ങൾ ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾ ഷുഗർ ഫ്രീ യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ തന്നെ ഈ പഴത്തിൻ്റെതും ഡേറ്റ്സിൻ്റെ ഒക്കെ ഒരു സ്വീറ്റ്നെസ്സും ഉണ്ടാവും അല്ലേ? ഇപ്പൊ ഏകദേശം ഇത് മെൽറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫില്ലിംഗ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിന് ഫൈനലി നമ്മൾ കാർഡമം പൗഡർ ഇപ്പൊ 2 ഫില്ലിങ്ങിന് ഒരു ലിറ്റിൽ ബിറ്റ്. ഓക്കെ, ഒരു 1/4 ടീസ്പൂൺ കാർഡമം പൗഡർ ആണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. ഫില്ലിങ് റെഡി ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഫില്ലിങ് നമ്മൾ മാറ്റി വെക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുവാണ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ 2 സൈഡും കട്ട് ചെയ്ത ഒരു ബനാന. അത് നേന്ത്രപ്പഴം തന്നെയാണ്. അത് ഈ ടൂള് നമുക്ക് ഇവിടെ സുലഭമായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതുകൊണ്ട് നമ്മൾ ഇതിലെ ഇൻസൈഡിലെ ഈ സീഡ്സ് ഇതുവഴി എടുത്ത് ഇങ്ങനെ കളയും. നമ്മളൊരു ഹോൾ ഉണ്ടാക്കുവാണ്. ഇപ്പൊ സീഡും മാറിയിരിക്കാണ്, സീഡ്സും പോയിരിക്കാണ്.
ബനാനയിലോട്ട് ഈ ഫില്ലിങ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ് ഇതിലേക്ക് നമ്മളിങ്ങനെ നിറയ്ക്കും. ഏകദേശം ഇത് ഫില്ലായിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓയിൽ. ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നമ്മളൊരു പാനിലോട്ട്. എത്ര ഓയിൽ ഒഴിക്കണം? ഈ ബനാനയുടെ ഹാഫോളം കിടക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബനാന അതൊരു മുഴുനീള ഈ ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അതിനെ നമ്മളിപ്പോൾ ഒരു 1.5 കപ്പോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഏകദേശം ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് അപ്പോൾ നമ്മൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ടു. ഫൈനൽ സെക്ഷനിലോട്ട് നമ്മൾ കിടക്കുവാണ്. ഇത് ഇവിടെ ഫ്രൈ ആകുകയും ചെയ്യും. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ച് സ്കിന്നിന്റെ ഉള്ളിലെ ഈ മീറ്റ് നമ്മൾ കയ്പ് വരുന്ന ഭാഗമാണോ കട്ട് ഈ വൈറ്റ് കളറിലുള്ള ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മളിങ്ങനെ കളയും. ഇപ്പോൾ വളരെ തിന്നായിട്ടുള്ള സ്കിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ സ്കിന്നിനെ വളരെ നൈസായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്യും. ഇതിനെ ഓറഞ്ച് റിൻഡ് എന്ന് പറയും. ഓറഞ്ച് റിൻഡ്. ഈ റിൻഡ് നമ്മളൊരു ഹാഫ് ബോയിൽഡ് ആക്കി എടുക്കണം. ഹാഫ് ബോയിൽ ചെയ്യാം. ഹാഫ് ബോയിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആകാനായിട്ട്. ഇത് ഫ്ലെക്സിബിൾ ആകണമെങ്കിൽ ബോയിൽ ചെയ്യണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ പഴം അവിടെ നിന്ന് ഇങ്ങനെ പൊരിഞ്ഞൊരു ബ്രൗൺ ആയിരിക്കണം. ഇപ്പൊ നമ്മള് പഴം റെഡി ആയോ? റെഡി ആയിരിക്കുകയാണ്. ഓക്കെ, ഏകദേശം ബ്രൗൺ ആയിട്ട് ബ്രൗൺ ഷെയ്ഡ് അടിച്ചിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ടോപ്പിൽ ഒഴിക്കാനായിട്ട് ഒരു സോസ് ഉണ്ട്. ആ സോസാണ് നമ്മൾ ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് സോസ്. ഓക്കെ, പിന്നെ ഈ ബനാന നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും. ഓക്കെ, ഇത് ചെറിയ കുട്ടികൾക്കായാലും കഴിക്കാൻ നല്ല ഹെൽത്തിയാണ്, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും അല്ലേ? അപ്പോൾ നമ്മുടെ നോട്ട്ബുക്ക് ബനാന ക്രേപ്പ് ഏകദേശം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ 3 സ്റ്റേജുകൾ നമ്മൾ നന്നായി കണ്ടു. അപ്പോൾ നമ്മൾ നോട്ട്ബുക്ക് ബനാന ക്രേപ്പ് ഏകദേശം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഫൈനൽ സെറ്റിംഗിലോട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് എന്താ യൂസ് ചെയ്യുന്നത്? ഫൈനലി നമ്മൾ വാനില ഐസ്ക്രീമാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വാനില ഐസ്ക്രീമിന്റെ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം. 1 സ്കൂപ്പ് രണ്ടാമത്തെ സ്കൂപ്പ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ലാസ്റ്റിൽ തിരിഞ്ഞു വേണ്ടി നമ്മൾ ഐസ്ക്രീം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ ഗാർണിഷ് ആണോ? ഇതിന്റെ ഗാർണിഷ് ആണ് നമ്മൾ ഈ റിൻഡിൽ ഇട്ട് തയ്യാറാക്കിയ. ഓക്കെ, അപ്പോൾ ഈ ഓറഞ്ചിന്റെ തൊലി ഇട്ടിട്ടുള്ള ഈ ഓറഞ്ച് റിൻഡിന്റെ സോസ് ഇതിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാണ്. ഇതിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്യും. ഓക്കെ, നമ്മുടെ ഈ ഓറഞ്ച് സോസിൽ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന മാതിരി നമ്മൾ അത് ഗാർണിഷ് ചെയ്യാണ്. നമ്മുടെ നോട്ട്ബുക്ക് ബനാന ക്രീപ്പ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വളരെയധികം ടേസ്റ്റി ആയിരിക്കുന്നു. നമ്മുടെ ആ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ഡേറ്റ്സും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കണം. നിങ്ങളുടെ നോമ്പുതുറ വിഭവങ്ങളിൽ ഇത് തീർച്ചയായും ഒരു വെറൈറ്റി ഡെസേർട്ട് ആയിരിക്കും. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ റംദാൻ ഡിലൈറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. Presented by Calicut Notebook. Calicut Notebook Restaurant, Dera, Dubai. The fusion experience with a slice of Malabar. ഇസ്ലാമിക ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും അറിവ് പകരാനായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റംസാൻ നിലാവിൻ്റെ അടുത്ത സെഗ്മെൻ്റായ റമദാൻ ഇൻ ദുബായ്. അസ്സലാമു അലൈക്കും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റമദാൻ ഇൻ ദുബായ് സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നിൽക്കുന്നത് കിസാസിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഔട്ട്ലെറ്റിലാണ്. ഇവിടെ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചോദ്യം, ഖുർആനിലെ ഏത് സൂറയാണ് 2 പ്രാവശ്യം ഇറക്കപ്പെട്ടിട്ടുള്ളത്? നമുക്ക് ഫസ്റ്റ് ഫാമിലിയിലേക്ക് പോവാം. എന്താ പേര്? നുഫൈല. ഷമീർ.
ഷമീർ. ഓക്കെ, മോളെ പേരെന്താ? ഫാത്തി. ഓക്കെ, ഇത് റംദാൻ ഇൻ ദുബായിൽ വന്ന സെഗ്മെന്റ് ആണ്. അതിൽ നമുക്ക് ഫസ്റ്റ് ചോദ്യം, ഖുറാനിലെ ഏത് സൂറയാണ് 2 പ്രാവശ്യം ഇറക്കപ്പെട്ടിട്ടുള്ളത്? കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിന്റെ പേരെന്താ? സുബൈദ, ജീനോ, റസിയ, അഫ്രീൻ, നോര. ഓക്കെ, ഖുറാനിലെ ഏത് സൂറയാണ് 2 പ്രാവശ്യം ഇറക്കപ്പെട്ടിട്ടുള്ളത്? ഇറക്കപ്പെട്ടിട്ടുള്ളത് അല്ല. കിട്ടുന്നില്ല? അമ്മ കിട്ടുന്നുണ്ടോ? ഖുറാനിൽ സൂറ 2 പ്രാവശ്യം ഇറക്കപ്പെട്ടിട്ടുള്ളത്. ക്ലാസ്സിലാണ് കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് പ്രാവശ്യം അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. നമുക്ക് ഇനി അടുത്ത ഫാമിലിക്ക് ചോദിക്കാം. ഹായ്, എൻ്റെ പേര് ഷാജാൻ. അമീന. ഓക്കെ, ഇത് റമദാൻ ഇൻ ദുബായ് എന്ന സെഗ്മെന്റ് ആണ്. നമ്മൾ ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാൽ മലബാർ ഗോൾഡ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ഉണ്ട്. ഖുറാനിലെ ഏത് സൂറയാണ് 2 പ്രാവശ്യം ഇറക്കപ്പെട്ടിട്ടുള്ളത്? സൂറത്തുൽ ഹംദ. ഓക്കെ, റൈറ്റ് ആൻസർ. സൂറത്തുൽ ഹംദ് ആണ് 2 പ്രാവശ്യം ഖുറാനിൽ ഇറക്കപ്പെട്ടിട്ടുള്ള സൂറ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഫാമിലിയിലേക്ക് നെക്സ്റ്റ് പേജിൽ പോവാം. ഹലോ, എൻ്റെ പേര് സ്മിത, രഞ്ജിത്ത്. ഓക്കെ, ഇത് റംദാൻ ദുബായ് എന്ന സെഗ്മെന്റ് ആണ്. അതിൽ നമ്മൾ ചോദ്യം ചോദിക്കും. ഇതിൻ്റെ ചോദ്യമാണ്, റംദാൻ മാസത്തിലെ ഇസ്ലാമിക് കലണ്ടറിലെ ഫസ്റ്റ് മന്ത് ഏതാ? മുഹറം. ഉറപ്പാണോ ചേച്ചി? ഉറപ്പാണോ? ഉറപ്പാണ്. അവിടെ പറഞ്ഞു, ഇവിടെ ഉറപ്പാണ്. ഉറപ്പാണല്ലോ? ഓക്കെ ഓക്കെ, അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്, ഇറ്റ്സ് റൈറ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? Being Hindu, like how do you know that? ദുബായിൽ 8-9 വർഷമായി ദുബായിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാ. ഓക്കെ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പോൺസർ ചെയ്യുന്ന ഗിഫ്റ്റ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. നോമ്പ് അനുഷ്ഠാനത്തിലൂടെ ആത്മീയവും ശാരീരികവുമായ നിരവധി ഗുണങ്ങൾ നമുക്കുണ്ട്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റംസാൻ നിലാവിൻ്റെ അടുത്ത സെഗ്മെൻറ്റായ റംസാൻ വെൽനസ്സിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു ദുബായിലെ പ്രമുഖ ഡോക്ടർമാർ. Badr Al Sama Hospital, Ramadan Wellness, brought to you by Badr Al Sama Hospital. Badr Al Sama Group of Hospitals. Modern healthcare, human care. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ റമദാൻ മാസത്തിൽ നിങ്ങൾ നോമ്പ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം. ചില ആൾക്കാരിൽ വെള്ളം നമ്മൾ ഈ നോമ്പ് സമയത്ത് ഏകദേശം 15 മണിക്കൂറോളം ചില ദിവസങ്ങളിൽ നോമ്പിൻ്റെ ദൈർഘ്യം എത്തുന്നുണ്ട്. ഈ സമയങ്ങളിൽ ഇത്രയും നീണ്ട നേരം വെള്ളം കുടിക്കാതിരിക്കുന്നതുകൊണ്ട് ബോധക്കേട് അല്ലെങ്കിൽ പ്രഷർ വളരെയധികം കുറഞ്ഞിട്ട് ഹൈപ്പോ ടെൻഷൻ, ചില ആൾക്കാർ തലവേദന, അതിശക്തമായ തലവേദന ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാർ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്കും അതിശക്തമായ ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായി കാണുന്ന ചില സിംറ്റംസ്, അതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ കിഡ്നി സ്റ്റോൺ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിശക്തമായ ഈ ഡീഹൈഡ്രേഷൻ കാരണം അതിശക്തമായ വയറുവേദന സ്റ്റോണിൻ്റെ ഭാഗമായിട്ട് അതും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അതിശക്തമായ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോമ്പ് തുറന്നതിന് ശേഷവും പിറ്റേ ദിവസം രാവിലെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള സമയത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കൂട്ടേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ സാധാരണ ഒരു ദിവസം നമുക്ക് ഏകദേശം 20 ഗ്ലാസ് വെള്ളമാണ് ഒരു ദിവസം ഒരാൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ ഈ എണ്ണ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതലടങ്ങിയ ആഹാരം അത് കൂടുതൽ വയറ് നിറച്ച് ഉടനെ തന്നെ നോമ്പ് മുറിച്ച ഉടനെ തന്നെ അത്രയധികം കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ
ഇത്രയും എണ്ണ അടങ്ങിയ ആഹാരം നമ്മുടെ ശരീരത്തെ ജലാംശത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും അപ്പോൾ അത് വീണ്ടും നിർജ്ജലീകരണത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും അതുപോലെ ജ്യൂസ് തുടങ്ങിയ ലൈറ്റായിട്ടുള്ള ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ ഉപയോഗിച്ച് നോമ്പ് തുറക്കുകയും പിന്നീട് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂറിന് ശേഷം അല്പം ഹെവി ആയിട്ടുള്ള ആഹാരം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ സാലഡ്സ്, അതായത് ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉപയോഗിച്ചുണ്ടാകുന്ന സലാഡ്, അത് നമ്മുടെ ഈ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതും ഈ നിർജ്ജലീകരണത്തെ, ഡീഹൈഡ്രേഷനെ ഒരു പരിധിവരെ തടയാൻ സഹായിക്കും. പിന്നീട് അതേപോലെ തന്നെ ഇപ്പോൾ പുറത്തു പോകുന്ന പുറം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൊടും ചൂടുള്ള സമയത്ത്, ഉച്ച സമയത്തും വൈകുന്നേരവും ആ സമയത്ത് നമ്മൾ ചൂട് ഡയറക്റ്റ് നമ്മുടെ ദേഹത്ത് അടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഒരു കുട ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഹാറ്റ്, ക്യാപ്പ്, തലം മറയ്ക്കാനുള്ള ഏതെങ്കിലും വസ്ത്രം അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരിട്ട് സൂര്യൻ നമ്മുടെ മുഖത്ത് അടിക്കുകയും അങ്ങനെ നിർജ്ജലീകരണം ഉണ്ടാകുന്നത് തടയാൻ സാധിക്കും. പിന്നീട് ഇങ്ങനെ ഈ പകൽ സമയത്ത് ആർക്കെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള അസുഖങ്ങളുണ്ടായി, ബോധക്കേട് ഉണ്ടാവുകയോ അതിശക്തമായ തലവേദന ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി, പ്രഷർ കുറയോ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ സഹായം തേടേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ORS പോലെയുള്ള ലായനികൾ ഉപയോഗിച്ചുള്ള ചികിത്സ ആവശ്യമായിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രിപ്പ് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരാം. ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണം ചിലപ്പോൾ ജീവന് തന്നെ അപകടമായേക്കാവുന്ന ഒരു കാരണമായി മാറാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായാൽ നിങ്ങൾ ഉടനെ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമായ ഒരു റമദാൻ മാസവും നോമ്പുകാലവും ആശംസിക്കുന്നു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റംസാൻ നിലാവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.